ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ചെറുതായിട്ട് ഫോണൊന്ന് താഴ്ത്തു പോയതാ കേട്ടോ. അപ്പം ഞാനിങ്ങനെ പതുക്കെ വീഡിയോസൊക്കെ എടുക്കാം ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു. ഇതിപ്പോൾ രാവിലെ ഓഫീസിൽ വന്നാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഫീസിൽ വേറെ പണിയൊന്നും ഇല്ലെന്ന്. പണിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വന്നതുകൊണ്ടും എൻ്റെ ടാസ്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടും ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് വർത്തമാനം പറയാമെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ കാണും അല്ലേ? പക്ഷേ ചില സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കുണ്ടായ വിഷമങ്ങൾ ട്രോമകളൊക്കെ കാരണം അതൊക്കെ അങ്ങ് നിറഞ്ഞ് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കണ്ടു. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല ഫോട്ടോസും വീഡിയോസൊക്കെ കുത്തി നിറഞ്ഞ് പുതിയ മെമ്മറീസിന് എനിക്ക് അല്ലെങ്കിൽ പുതിയ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഫുള്ളായി. ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ അകത്തുള്ള പല ആൾക്കാരും എൻ്റെ ലൈഫിൽ ഇന്നില്ല. ഇവരൊക്കെ ആരായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് തോന്നിയത് ഈ വീഡിയോസും ഫോട്ടോസും കണ്ടപ്പോഴാണ്. ചിലതൊക്കെ എന്നെ വേദനിപ്പിക്കുന്നതാണ്, ചിലതൊക്കെ എന്നെ പിന്നിലേക്ക് ചിന്തിപ്പിച്ചു, ചിലതൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയല്ലേ, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് മനസ്സങ്ങ് ഫുള്ളാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താ, പുതിയ പുതിയ ആൾക്കാരെയോ പുതിയ പുതിയ ശീലങ്ങളോ പുതിയ പുതിയ കാര്യങ്ങളോ പുതിയ പുതിയ ഓർമ്മകളോ ഒന്നും നമുക്ക് അതിലേക്ക് വെൽക്കം ചെയ്യാൻ പറ്റുന്നില്ല. എന്നാത്തിനാന്നേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ട്രോമകളും നമ്മൾ വിഷമിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ തിക്കി നിറച്ച് വെക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളെ വെൽക്കം ചെയ്യാം. വന്ന വഴി മറക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ സഹായിച്ച ആൾക്കാരെയും അത് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കണമെന്നില്ല. നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്ന കാര്യങ്ങളെ ആൾക്കാരെയും ഒക്കെ മാറ്റി നിർത്തുന്നതിൽ തെറ്റില്ല. അതൊരിക്കലും ഒരു നന്ദികേടല്ല ആകുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അതൊരിക്കലും ഒരു നന്ദികേടോ വന്ന വഴി മറക്കലോ അല്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയ സ്പേസ് ഉണ്ടാക്കി മനോഹരമായ കാഴ്ചകളും എന്താ പറയുക ഫോട്ടോസോ മെമ്മറീസോ ഒക്കെ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിലും ആവശ്യമില്ലാത്ത തോട്ട്സും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്നേ. ആര് കണ്ടു നമ്മളുടെ ബെറ്റർ വേർഷൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്? ഒരിക്കലും നമ്മൾ വൈകിപ്പോയെന്ന് വിചാരിക്കരുത്. വൈകിട്ടില്ല, ഇനിയാണേലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഹാവ് എ നൈസ് ഡേ.